ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പലപ്പോഴും അവനെ വാക്കിൽ കൊടുക്കുവാൻ നോക്കിയിരുന്നതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിനും ദൈവാലയ ശുദ്ധീകരണത്തിനും ശേഷം പാരമ്പര്യവാദികളായ നേതാക്കൾ യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഉപമകളിലൂടെ യേശു അവരെ വിമർശിക്കുകയും യഹോവയാൽ വിളിച്ചു ചേർക്കപ്പെട്ട ജനമായ അവരുടെ പ്രവൃത്തികൾ അവരെ ദൈവരാജ്യത്തിന് അന്യരാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതൊന്നും തന്നെ തങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് അവരിൽ ബോധം വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, തന്റെ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്ന വേളയിൽ അവർ ഉന്നയിക്കുന്ന 2 ചോദ്യങ്ങളും അതിന് കർത്താവ് നൽകുന്ന മറുപടിയുമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 33 വരെയുള്ള ധ്യാനഭാഗത്ത് കാണുന്നത്. യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ച് അവൻ പറയുന്ന മറുപടിയിലെ കുറ്റം ആരോപിച്ച് അവനെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് അവരുടെ ഉദ്ദേശം എന്ന് വ്യക്തമാണ്. 2 ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യവുമായി പരീശന്മാരുടെ ശിഷ്യന്മാരും ഹെരോദ്യരും ഒരുമിച്ചാണ് വരുന്നത്. ആശയപരമായും ദൈവശാസ്ത്രപരമായും ഒരിക്കലും യോജിച്ചു പോകാത്തവരാണിവർ. പരീശന്മാർ ന്യായപ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നവരും അതിനെ കർശനമായി പാലിക്കുന്നവരുമാണ്. സുവിശേഷങ്ങളിൽ ചുരുക്കമായി പ്രതിപാദിക്കപ്പെടുന്ന ഹെരോദ്യർ ഇസ്രായേലിന്മേലുള്ള റോമൻ ഭരണത്തെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരാണ്. ഇവർക്ക് 2 കൂട്ടർക്കും പൊതുവായുള്ള ഒരേ ഒരു കാര്യം യേശുവിനെ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നതാവാം. യേശുവിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി അവർ സംഘം ചേർന്നതാണ് ഈ സന്ദർശനത്തിന്റെ കാരണം. ആമുഖമായി ഒരു യഹൂദ ഗുരുവിനുണ്ടായിരിക്കേണ്ട 4 ഗുണങ്ങൾ യേശുവിലുണ്ടെന്ന് അവർ പറയുന്നു. അവൻ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആരെയും ശങ്കയില്ലാത്തവനുമാണ് എന്ന് പുകഴ്ത്തുകയാണ്. ഇതെല്ലാം സത്യം തന്നെയാണെങ്കിലും ആത്മാർത്ഥമായല്ല അവരിത് പറയുന്നത്. ഈ മുഖസ്തുതികളെ കർത്താവ് കാര്യമാക്കുന്നുമില്ല. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്നതാണ് അവരുടെ ചോദ്യം. കൈസർ വിജാതീയ രാജാവായതിനാൽ യഹൂദന്മാർക്ക് അംഗീകരിക്കാനാവുമായിരുന്നില്ല. നിർബന്ധത്താലാണ് അവർ നികുതി കൊടുത്തിരുന്നത്. ഇവിടെ നികുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തെ ലംഘിച്ചു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ റോമ ഗവൺമെന്റിനെതിരെ സംസാരിച്ചതിനാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയും യേശുവിനെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള അവരുടെ ദുഷ്ടത മനസ്സിലാക്കിയാണ് കർത്താവ് ഉത്തരം നൽകുന്നത്. കപടഭക്തിക്കാരെ എന്നാണ് യേശു അവരെ വിളിക്കുന്നത്. എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നതെന്നും ഒരു നാണയം കാണിപ്പീനെന്നും പറയുകയാണ് അവരോട്. ആ നാണയത്തിന്മേൽ ആരുടെ സ്വരൂപവും മേലെഴുത്തുമാണ് എന്ന മറുചോദ്യം ചോദിക്കുമ്പോൾ കൈസരുടേത് എന്നാണ് അവരുടെ മറുപടി. ഇപ്പോൾ അവനെ കുടുക്കിലാക്കാമെന്നവർ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കാം. എന്നാൽ അവരെ വിസ്മയിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീനെന്ന്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഒരു രാഷ്ട്രത്തിലെ പൗരൻ എന്ന നിലയിൽ അതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് ഓരോരുത്തരും. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ലോകത്തെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. കൈസറുടെ സ്വരൂപവും മേലെഴുത്തുമുള്ള നാണയം കരമായി കൈസർക്ക് നൽകുന്നത് പോലെ ദൈവത്തിനുള്ളത് ദൈവത്തിന് നൽകണമെന്ന് പറയുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന തിരുവചനം അവർക്ക് ഓർമ്മ വന്നിരിക്കാം. അങ്ങനെയെങ്കിൽ നാമും ദൈവത്തിനുള്ളവരല്ലേ? നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നു. നമ്മുടെ സദൃശ്യത്തെയും മേലെഴുത്തിനെയും പറ്റി ഗൗരവമുള്ളവരാകേണ്ടതുണ്ട്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതക്രമങ്ങളും പ്രവൃത്തികളും അതിനനുസരണമായതാണോ എന്ന് ചിന്തിക്കണം. അവനെ കുടുക്കുവാൻ വന്നവർ യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോവുകയാണ്. ഹിതകരമല്ലാത്തതിനോട് വിട പറയാനും ഹിതകരമായതിനോട് ഇഴുകിച്ചേരാനും നമുക്ക് സാധ്യമാകണം. ഇവിടെ 2ാമത്തെ ചോദ്യവുമായി എത്തുന്നത് പുരോഹിതനായ സാദോക്കിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരും ഇസ്രായേലിന്റെ പൗരോഹിത്യ പ്രമാണിമാരും റോമൻ ഭരണത്തെ അംഗീകരിച്ചവരുമായ സദൂക്യരാണ്. പുനരുത്ഥാനം, ആത്മാവ്, ദൂതന്മാർ, മരണാനന്തര ജീവിതം, അന്ത്യവിധി, സ്വർഗം, നരകം എന്നിവയിലൊന്നും വിശ്വാസമില്ലാത്തവരും മോശയുടെ 5 ഗ്രന്ഥങ്ങൾ ഒഴികെ മറ്റൊന്നും തിരുവചനമായി അംഗീകരിക്കാത്തവരുമായിരുന്നു ഇവർ.
തങ്ങളുടെ ജ്ഞാനത്തിലും അറിവിലും അഹങ്കരിക്കുന്നത് കൊണ്ടാവാം അവർ തിരുവെഴുത്തുകളെ നിരസിക്കുന്നത്. അവരുടെ ഇടയിൽ സംഭവിച്ച മട്ടിലാണ് അവർ ഒരു കഥ പറയുന്നത്. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ മോശെ പറഞ്ഞിരിക്കുന്ന ദേവര വിവാഹത്തെക്കുറിച്ചാണ് അവരുടെ ചോദ്യം. ഒരു വീട്ടിലെ 7 സഹോദരന്മാരിൽ മൂത്തവൻ വിവാഹശേഷം മരിച്ചതിനാൽ സന്തതി ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഭാര്യയെ രണ്ടാമത്തവൻ വിവാഹം കഴിച്ചു. ഇങ്ങനെ 7-ാമത്തവൻ വരെ മരിക്കുകയും സന്തതി ഇല്ലാതിരിക്കുകയും അവസാനം ആ സ്ത്രീയും മരിക്കുകയും ചെയ്തു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ ആരുടെ ഭാര്യയാകും എന്നതാണ് ചോദ്യം. അവനെ കൊടുക്കുവാനുള്ള ചോദ്യമാണിതെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും. എന്നാൽ അവർക്ക് തിരുവെഴുത്തും ദൈവശക്തിയെക്കുറിച്ചും അറിയില്ല എന്ന വസ്തുത കർത്താവ് പറയുന്നുണ്ട്. തിരുവെഴുത്തിനെ തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലാക്കി മാത്രം ഉപയോഗിക്കുന്നതാണ് അവരുടെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നുവെന്ന് എബ്രായ ലേഖനം ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനം ശരിയായി പഠിക്കേണ്ടതിന്റെ ആവശ്യം ഇവിടെ വ്യക്തമാണ്. നമുക്ക് ഉൾക്കാഴ്ച നൽകിക്കൊണ്ട് പുനരുത്ഥാനത്തിൽ അവർ ദൂതന്മാരെ പോലെയാകിയാൽ വിവാഹം കഴിക്കുന്നില്ല എന്ന് ഉത്തരം നൽകുകയാണ് കർത്താവ്. സദൂക്യർ വിശ്വസിക്കുന്ന പഞ്ചഗ്രന്ഥത്തിൽ നിന്ന് തന്നെ പുനരുത്ഥാനമുണ്ട് എന്നതിന് തെളിവും നൽകുന്നു. ദൈവം ജീവനുള്ളവരുടെ ദൈവമാണെന്നും മരിച്ചവരുടെ ദൈവമല്ല എന്നും പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാർ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷവും യഹോവ മോശയോട് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് താൻ എന്നാണ് പറയുന്നത്. കർത്താവിന്റെ മറുരൂപമലയിലെ രൂപാന്തരീകരണ വേളയിൽ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നത് സുവിശേഷങ്ങൾ സാക്ഷിക്കുന്നു. യേശുവിന്റെ ഉപദേശങ്ങൾ പുരുഷാരത്തെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ വിശ്വാസങ്ങളും പ്രവൃത്തികളും ഇന്ന് എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം. ദൈവത്തെ പരീക്ഷിക്കുന്നവരായി തീരുന്നുവോ നമ്മളും? ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ, സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാകുവാൻ കഴിയുന്നുണ്ടോ? കർത്താവ് നമ്മോടും ചോദിക്കുന്നു, മകനെ, മകളെ, നീ ആരുടെ പ്രതിച്ഛായയാണ് വഹിക്കുന്നത്? ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം ഇന്ന് ആ സ്വരൂപവും മേലെഴുത്തും വിലമതിക്കാതെ ജീവിക്കുന്നുവോ? ആ വിശുദ്ധിയിലും വെടിപ്പിലും ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിനുള്ളത് ദൈവത്തിന് സമർപ്പിക്കുവാൻ മറന്നു പോകരുത്. സ്വന്തം കഴിവിൽ അഹങ്കരിക്കുകയും തിരുവെഴുത്തുകളെ അലക്ഷ്യമാക്കുകയും ചെയ്യുന്നില്ലേ നാമും പലപ്പോഴും? ദൈവവചനം നമ്മുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുവാനല്ല, ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി ദൈവശക്തിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ സാധ്യമാകണം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിക്കുന്ന ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ചുറ്റുപാടുകളിൽ, ദേശത്ത് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടവരാണ് നാമും. അവയെ അലക്ഷ്യമാക്കാതെ, ലോകത്താലുള്ള കളങ്കമേൽക്കാതെ തിരുവചന സത്യങ്ങളെ ഗ്രഹിപ്പാനും ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുവാനും പൈശാചികന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാനും ദൈവം നമ്മയും സഹായിക്കട്ടെ. സ്വന്തം സാദൃശ്യത്തിൽ ഞങ്ങളെ മെനഞ്ഞവനായ പിതാവേ, തിരുസന്നിധിയിൽ നിന്നും തിരുവചനത്തിൽ നിന്നും അകന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ. യഥാർത്ഥമായി നിന്നിൽ ആശ്രയമർപ്പിച്ച് തിരുഹിതപ്രകാരം ജീവിപ്പാനും പുനരുത്ഥാന പ്രത്യാശയിൽ നിലനിൽപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.